ഹേ ഓൾ, ദിസ് ഇസ് തേഴ്സ്ഡേ ഈവനിങ്. എനിക്കൊരു വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് നമ്മുടെ ഈ വീക്കെൻഡ് വരിക എന്ന് പറയുന്നത്. കാരണം അന്ന് നമുക്ക് വീട്ടിലൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, പുറത്ത് പോകാം, ഷോപ്പിങ്ങിന് പോകാം, അങ്ങനെ ഫുഡ് കഴിച്ച് ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഞാനും സുഖമൊക്കെ റെഡിയായി നിൽക്കുകയാണ് ഡാഡി വരാനായിട്ട്. ഡാഡി വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി പോവാണ്. പോകുന്ന വഴി ഞങ്ങളൊരു പിസ്സയൊക്കെ മേടിച്ച് ഞങ്ങൾ എന്നും പോവാറുള്ള പാർക്കിലൊക്കെ കുറച്ച് നേരം ഇരുന്നിട്ടാണ് പോകുന്നത്. ആ സമയത്താണ് നമ്മൾ പാരൻസിനെയൊക്കെ വിളിക്കുന്നതും ആ ഒരു ടൈമിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്നും പോകുന്ന പാർക്കാണ്. സാധാരണ നമ്മൾ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഈ പാർക്കിൽ നല്ല തിരക്കായിരിക്കും. അതുപോലെ തന്നെ അവിടെ ഫുഡ് കൗണ്ടറൊക്കെ ഓപ്പൺ ആയിരിക്കുന്നത് ഈ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ മാത്രമായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ സ്ഥിരം പോകുന്ന പോലെ ഭുവാലി ലുലു ഹൈപ്പർ മാർക്കറ്റ് പോകുന്നതാണ്. അവന് പുതിയൊരു ഷൂ ഇട്ട് കൊടുത്തിട്ട് അത് വെച്ച് നടന്ന് പഠിക്കുകയാണ് കേട്ടോ. അതെന്നാണെങ്കിൽ ചെറിയ സൗണ്ടും വരുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടി നടന്ന് നോക്കുകയാണ്. അടുത്ത ആഴ്ചത്തേക്ക് നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്, ആ സാധനങ്ങൾ വാങ്ങുക എന്നുള്ളതാണ് മുഖ്യം. ഞാനിവിടെ ഇത്ര നാളും വന്നിട്ടും ക്യാമൽ മീറ്റ് ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഈ പ്രാവശ്യം എന്തായാലും ക്യാമൽ മീറ്റ് ട്രൈ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമ്മൾ അതുകൂടിയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നാളെ എന്തായാലും ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി. ഇപ്പം സുക്കൂട്ടനുണ്ടല്ലോ, കാറിൽ ഡോർ ഓപ്പൺ ചെയ്യും, അതുപോലെ തന്നെ AC വിൻഡോ ഓപ്പൺ ചെയ്യും, അതുപോലെ വോളിയം കൂട്ടും. ചിലപ്പോഴൊക്കെ നമ്മൾ എന്തെങ്കിലും മ്യൂസിക്കൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൗണ്ടിൽ വെക്കും കേട്ടോ. തിരിച്ച് കളിച്ച് നടക്കുകയാണ് അതിൽ. അങ്ങനെ നമ്മൾ ഒരു 11:30-11:45 ആകുമ്പോൾ തന്നെ വീടെത്തി. വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഓരോന്നായി ഞാൻ റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ സാധാരണ മോർണിംഗ് ഉണ്ടാക്കുന്നത് ബാക്കി എല്ലാ ദിവസവും ഓട്സ് ആണ് കേട്ടോ. ഓട്സും നട്ട്സൊക്കെ വെച്ചിട്ടുള്ളൊരു മിക്സാണ്. പക്ഷെ ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ദോശ, ഇഡലി അത് നമ്മളെന്തായാലും ഇവിടെ ഉണ്ടാക്കും. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുന്ന ഒരു കുപ്പി നെയ്യാണ് കേട്ടോ. അത് ഫുള്ളായിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയ കുറച്ച് കണ്ടെയ്നേഴ്സാണിത്. നമുക്ക് വെജിറ്റബിൾസൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി കോംബോ ആണ് കേട്ടോ. അത് ഒരു റിയാലേ ഉള്ളു, അതിൽ ഇത്രയും ബോക്സുകൾ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ കൊടുന്ന പച്ചക്കറിയും അതെല്ലാം ഞാൻ ഇതിൽ കഴുകി വെച്ചിരിക്കുകയാണ്. ഈ ആഴ്ച പുതിയതായിട്ട് സുക്കൂട്ടന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ബ്ലൂബെറിയാണ്. എല്ലാ ആഴ്ചയും അവൻ കഴിക്കാത്ത ഏതെങ്കിലും ഒരു ഫ്രൂട്ട് അവൻ എന്തായാലും ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കും, പുതിയതായിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ പ്രാവശ്യം ബ്ലൂബെറിയാണ്. അപ്പോൾ നാളത്തേക്ക് ഞാൻ ദോശയ്ക്ക് അരി ഇടുന്നതാണ്. 2 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്നാണ് ഞാൻ ഇടുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ദോശ ഉണ്ടാക്കാനായിട്ട് പറ്റും.